ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അസ്ഥിരമായി പദാർത്ഥങ്ങളെ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ആയുസ് കളയുന്ന എത്രയോ വ്യക്തികളുണ്ട്. എന്നാൽ തൻ്റെ ഓജസ്സും ശക്തിയും യൗവനവുമെല്ലാം അസ്ഥിരമായ വസ്തുക്കൾക്ക് വേണ്ടി, അവയുടെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ച് അവസാനം ശരീരത്തിൻ്റെ ആരോഗ്യവും നഷ്ടമായി വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തുമ്പോൾ താൻ നേടിവെച്ച വസ്തുക്കളൊന്നും തനിക്ക് സഹായകമല്ല എന്ന് ബോധ്യം വരും. അതപ്പോൾ ബോധിച്ചിട്ടൊരു പ്രയോജനവുമില്ല. നല്ല കാലത്ത് ഇപ്പോൾ നമ്മൾ അനശ്വരമായതെന്തോ അതിനെ അന്വേഷിക്കാനായിരിക്കണം നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത്. അസ്ഥിരസ്ഥാനമാനങ്ങൾ, ലൗകിക ഭോഗവാഞ്ചകൾ നേടിയിടാൻ മാത്രമായി നാം പാഴാക്കരുത് ജീവിതം. ഇത് നമ്മോട് നൽകുന്ന ഒരു വലിയ താക്കീതാണ്. നമ്മുടെ ജീവിതം അസ്ഥിരമായ സ്ഥാനമാനങ്ങൾക്കും വസ്തുക്കൾക്കും സമ്പത്തിനും വേണ്ടി മാത്രം പാഴാക്കിക്കളയരുത്. ഇതെല്ലാം ദേഹരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഈ ദേഹത്തെ രക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പരമലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. ആ ലക്ഷ്യബോധമുള്ളവർ ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത് അതറിയാൻ വേണ്ടിയായിരിക്കും. അല്ലാതെ ശരീരത്തെ രക്ഷിക്കൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ മർത്യദേഹം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനാൽ ഈ ദേഹത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി നാം ജന്മ ലക്ഷ്യം സാക്ഷാത്കരിക്കണം. കായം നല്ലൊരു കപ്പൽ, മായാ സംസാര സാഗരം താണ്ടാൻ. കായം എന്നാൽ ഈ ശരീരം നല്ല ഒരു കപ്പലാണ്. മായയാകുന്ന, അജ്ഞാനമാകുന്ന ഈ സംസാരസാഗരം തരണം ചെയ്യാൻ ഉള്ള ഒരു കപ്പലാണ് ശരീരം. ആയതിനെ നോക്കി ആ കപ്പലിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനകത്ത് വെള്ളം കയറരുത്. വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങിപ്പോവും. അത് കയറാതെ നമ്മൾ നോക്കേണ്ടതാണ്. ആ വള്ളത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരമാകുന്ന തോണിയെ, വഞ്ചിയെ അല്ലെങ്കിൽ കപ്പലിനെ നമ്മൾ ഏറ്റവും സുരക്ഷിതമാകണം. വെള്ളമാകുന്ന സംസാരം ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോകും. മുങ്ങിയില്ലെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ ഈ കപ്പൽ കഴിയും. വള്ളത്തിൽ അല്ലെങ്കിൽ തോണിയിൽ വെള്ളം കയറിയാൽ തോണി മുങ്ങും. വെള്ളമെന്നാൽ ഈ ലോകഭോഗങ്ങൾക്കുള്ള മോഹമാണ് വെള്ളം എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സാകുന്ന വഞ്ചിയിൽ കയറിക്കഴിഞ്ഞാൽ ഈ സംസാരത്തിൽ ഇത് ആണ്ടുപോകും. അതിനാൽ ആ തോണി വെള്ളത്തിൽ മുങ്ങാതെ അക്കരയ്ക്കെത്താൻ സഹായിക്കുന്ന ഏറ്റവും ഉറ്റ ബന്ധുവും മിത്രവുമാണ് നമ്മുടെ ശരീരം. അതിനാൽ ശരീരത്തെ വേണ്ടതുപോലെ സംരക്ഷിച്ച് അതിൻ്റെ ഉദ്ദേശം നിർവഹിക്കേണ്ടത് വേണ്ടപ്പോൾ തന്നെ വേണം. കാലം കഴിഞ്ഞിട്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല. കിണറിന് തീപിടിച്ചു, ഒരു വീട്ടിന് തീപിടിച്ച സമയത്ത് ഗ്രാമീണരെല്ലാം ഒന്നിച്ചുകൂടി തീക്കെടുത്താൻ എന്തു ചെയ്യും? ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം ഒരു വിദ്വാൻ പറഞ്ഞു, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് ഒരു കിണർ കുഴിക്കുക, എന്നിട്ട് ആ വെള്ളം കൊണ്ട് ഈ തീ കെടുത്താം എന്ന്. കിണർ കുഴിച്ച് വെള്ളവുമായി വരുമ്പോഴേക്കും വീടെല്ലാം വെണ്ണീറാവില്ലേ? എന്നാൽ അതാദ്യമേ നമ്മൾ മുൻകരുതൽ ചെയ്യേണ്ടതാണ്. വെള്ളം ആദ്യം കരുതി സൂക്ഷിക്കണം നമ്മൾ. അതാണ് അസ്ഥിരസ്ഥാനമാനങ്ങൾ, ലൗകിക ഭോഗവാഞ്ചകൾ
നേരിടാൻ മാത്രമായി നാം പാഴാക്കരുത് ജീവിതം. ഈ ജീവിതത്തെ നമ്മൾ ഒരിക്കലും പാഴാക്കിക്കളയരുത്. ഇത് നമ്മോട് ചെയ്യുന്ന ഒരു അപേക്ഷയാണ്. മാനവജന്മം അത്രയും മഹത്തരമായതാണ്. ഹരേ കൃഷ്ണ.